കറ്റാർവാഴയുടെ ജെല്ലാണ്ട് ഇത് ഈ രീതിയിൽ നിങ്ങൾ കറ്റാർവാഴയുടെ ജെല്ല് വീട്ടിലുണ്ടാക്കിയിട്ട് എന്ന് രാത്രി ഇതുപോലെ നിങ്ങൾ ഫേസിലൊന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങി നോക്കിക്കേ. നിങ്ങൾ കഴുകണ്ട കേട്ടോ. ഇതിങ്ങനെ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നുണ്ടല്ലോ നല്ല രീതിയിൽ നല്ല തിളക്കമായിട്ടിരിക്കും. നമ്മുടെ കവളൊക്കെ ആണെങ്കിലും നല്ല ഒരു ഗ്ലോ ആയിട്ടിരിക്കും. നല്ലൊരു കൊറിയൻ സ്കിന്നിൽ പോലെ നമുക്ക് ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അത് മാത്രമല്ലാണ്ട് നമുക്ക് എത്ര പ്രായം ചെല്ലും തോറും നമ്മുടെ സ്കിന്നിൽ ഒരു രീതിയിലുള്ള ചുളുക്കുകളും വീഴത്തില്ല. സ്കിന്ന് നല്ല ടൈറ്റായിട്ട് ഇരിക്കും. നമ്മുടെ മുഖത്തിനൊക്കെ നല്ല നിറം വെക്കാനായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ തേച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ, റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ വീട്ടിലിങ്ങനെ കറ്റാർവാഴ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതുപോലെ ആവശ്യത്തിന് പറിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ ഞാൻ ഈ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ രണ്ടാഴ്ചയ്ക്കും കേടുകൂടാതിരിക്കും കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളുണ്ടല്ലോ, ഞാൻ മുറിച്ചപ്പോൾ നിങ്ങളൊരു മഞ്ഞ കറ കണ്ടില്ലായിരുന്നോ? നിങ്ങൾ ആ കറ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. നിങ്ങളിത് മുറിക്കാൻ നേരത്ത് കഴുകിയിട്ട് ജെല്ലിങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ വടിച്ചെടുത്താൽ മതി. നല്ല പൾപ്പായിട്ട് എൻ്റെ അകത്തു നിന്നുള്ളതിൻ്റെ വൈറ്റ് ജെല്ല് കിട്ടും. അതല്ലാണ്ട് മഞ്ഞക്കറ കളയാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് ചൊറിച്ചിലുണ്ടാക്കും. ചിലർക്കെന്നല്ല, മിക്കവർക്കും തന്നെ ചൊറിച്ചിലുണ്ടാക്കും. അപ്പം നിങ്ങൾ കീറിയിട്ട് കഴുകി കളഞ്ഞിട്ട് ഇതുപോലെ വടിച്ച് നമുക്ക് കുഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്രീസറിലേക്ക് എടുത്ത് സൂക്ഷിച്ചാൽ മതി. 2 മാസമൊക്കെ ഇരുന്നോളും. അപ്പോൾ ആവശ്യത്തിന് പുറത്ത് എടുത്ത് വെച്ചിട്ട് നമുക്കിതിനെ ഇതുപോലെ എടുത്ത് വെച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതുപോലെ പൾപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് റോസ് വാട്ടർ എടുത്ത് ഒഴിക്കാം. ഇന്ന റോസ് വാട്ടർ എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള റോസ് വാട്ടർ എടുത്ത് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇങ്ങനെ കറക്കി ഇതുപോലെ നിങ്ങൾ വെള്ളമാക്കി എടുക്കുക കേട്ടോ. എന്നിട്ടുണ്ട് ഇത് ബോയ്സിനും നിങ്ങൾ ഫേസിൽ തേച്ച് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ നിറം വെക്കുക. നിങ്ങൾ ഒന്നാമത് ഗേൾസ് ആണെങ്കിലും ബോയ്സാണ് കൂടുതലൊക്കെ പുറത്തുകൂടൊക്കെ ഇറങ്ങി ഒക്കെ നടക്കുന്ന ആളുകൾ. അപ്പം നല്ല രീതിയിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂ കേട്ടോ. നല്ല നല്ല കളർ വെക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ ജെല്ലാക്കി എടുക്കണം കേട്ടോ. നമ്മൾ സാധാ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ജെല്ലാണ് കേട്ടോ ഇത്. അപ്പം ഇതിങ്ങനെ ആക്കി എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് 2 ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ ഗ്ലിസറിൻ നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും പോയിട്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം നല്ല വെജിറ്റബിൾ ഗ്ലിസറിൻ കിട്ടും. അപ്പോൾ ഈ ഗ്ലിസറിൻ നമുക്ക് സ്കിന്നിൽ എത്ര പ്രായമായിട്ടുണ്ടെങ്കിലും സ്കിന്നിൽ ചുളിവുകൾ വീഴത്തില്ല. നമുക്ക് സ്കിന്ന് നല്ല ടൈറ്റായിട്ട് വരും. അത്രയ്ക്ക് നല്ലൊരു ഇതാണ്. നമുക്ക് സ്കിന്ന് നല്ല ഗ്ലോ കിട്ടും കേട്ടോ. അപ്പം 2-3 തുള്ളി ഗ്ലിസറിൻ ഒഴിച്ചാൽ മതി. എന്നിട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള്. ഇത് സ്കിന്നിന് നല്ലതാണ്, ഗ്ലോ കിട്ടാനായിട്ട്, നിറം വെക്കാനായിട്ട് നല്ലതാണ്. ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഓൺലൈനിലൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ താഴെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഗ്ലിസറിനൊക്കെ. ഫേസ്ബുക്കിൽ ലിങ്ക് ഇട്ടിട്ട് ശരിയാവില്ല, കാരണം പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ലിങ്ക് എവിടെയെന്ന് വെച്ചിട്ടുണ്ട് ശല്യമായിരിക്കും എനിക്ക് കമൻറ്റ് ബോക്സിൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടേ പിൻ ചെയ്തിട്ട് കാര്യം ഒരാൾ ചോദിച്ചാൽ മതി, പിൻ ചെയ്തിട്ട് തരാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നിങ്ങളൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല അടിപൊളി വെള്ളമുണ്ട് ഇത്. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫേസിൽ തൊട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ രാത്രി നിങ്ങൾ തേച്ച് കിടന്നിട്ട് രാവിലെ നിങ്ങളത് ആ ഫേസ് കഴുകി കഴിയുമ്പം നിങ്ങൾക്ക് ആ ഫേസിൽ ആ ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ്. അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള വെള്ളമുണ്ട് ഇത്. അപ്പം ഇതുപോലെ നിങ്ങൾ കുറച്ച് വീതം എടുത്ത് കവിളിലും നെറ്റിയിലും, നമ്മൾ പിരുകത്തായതൊന്നും വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിരുകൊക്കെ നല്ല കട്ടിക്ക് വളരും. കാരണം ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ അതുപോലെ അലോവേര ജെല്ലൊക്കെ ആയതുകൊണ്ടേ തലമുടിക്ക് നല്ലതാണ്. അപ്പം നിങ്ങളിങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മൂക്ക് അതുപോലെ തന്നെ കവളുടെ ഭാഗം താഴേന്ന് മുകളിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പം കവളിലൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. പിന്നെ ഈ മൂക്കിൻ്റെ ഇടഭാഗത്തൊക്കെ ഇങ്ങനെ മുരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കയ്യിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. കയ്യിലൊക്കെ ഇങ്ങനെ ചുളിവുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 50 വയസ്സായാലും ഒരു 16 വയസ്സ് 17 വയസ്സിൻ്റെ സ്കിന്നായിട്ടിരിക്കും. കാരണം പ്രായമായവർക്കും തേക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പം നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകണ്ട. രാത്രി തേച്ചോ, വെയിൽ കൊള്ളരുത് കേട്ടോ. അതാണ് രാത്രി തേക്കാൻ പറഞ്ഞത്. ഇത് തേച്ചിട്ട് വെയിലൊള്ളാൻ പോകരുത്. അപ്പം തേച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് കഴുകി കളഞ്ഞു. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. മക്കൾക്കൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നാച്ചുറലാണ്, സൈഡ് എഫക്റ്റ് ഇല്ല. ധൈര്യമായിട്ട് കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു ടിപ്സിന് വീഡിയോസിനൊക്കെ ഇടയിൽ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ.